സലാം പറയണം. എന്നിട്ട് അവരോട് ദുആ ചെയ്യാൻ പറയണം. കാരണം 3 പേരുടെ ദുആ അല്ലാഹു തട്ടില്ല. അതിലൊന്നാമത്തെ ദുആ ഉമ്മാന്റെ ദുആയാണ്. പറയാറുണ്ടോ നിങ്ങൾ ഉമ്മാനോട്? ഇറങ്ങാനായിട്ട് ഉമ്മ മൊബൈൽ ഡാറ്റ തീർന്നു, ഒന്ന് ചാർജ് ചെയ്യാൻ പൈസ അതാണ്. അല്ല, ഉമ്മാന്റെ ദുആ തട്ടില്ല. അപ്പൊ ഉമ്മാനോടും ഉപ്പാനോടും ദുആ ചെയ്യാൻ പറയണം. എന്നിട്ട് നേരെ പരീക്ഷാ ഹാളിലേക്ക് കയറണം. പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ആ സമയത്ത് നമുക്ക് വല്ലാത്ത ബേജാറുണ്ടാവും, പരിഭ്രാന്തി ഉണ്ടാവും. ഇല്ലേ? ചോദ്യപേപ്പർ കാണുമ്പോ വല്ലാത്ത പരിഭ്രാന്തി വരും. ആ സമയത്ത് പറയണം ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഓരോ ചോദ്യം വായിക്കാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു തുടങ്ങണം. കാരണം കുല്ലു അംരിൻ ബിമാലിൻ ലം യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ബിസ്മില്ലാഹ് പറയാതെ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ലക്ഷണം കെട്ടതാണ്. അതിൽ നിന്ന് പരിപൂർണ്ണ ബറക്കത്ത് കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇത്രയും ചെയ്യണം പരീക്ഷയ്ക്ക് വേണ്ടി. ചില ചെയ്യൂലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് ഓർമ്മശക്തി വർദ്ധിക്കുന്ന കാര്യം ചെയ്യണം. ഓർമ്മശക്തി എല്ലാ പിള്ളേരും പറയും ഉസ്താദേ പഠിച്ചോണ്ട് വരും മറന്നു, ഓർമ്മശക്തിയില്ല. ഓർമ്മശക്തി വർദ്ധിക്കാൻ 4 കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് ചെയ്യോ മക്കളെ? 1 തിലാവത്തുൽ ഖുർആൻ, പതിവായി ഖുർആൻ ഓതണം. 2 അസ്സലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. 3 അസ്തിവാക്ക്, എപ്പോഴും മിസ്വാക്ക് ചെയ്യണം. ഓർമ്മശക്തി വർദ്ധിക്കും, മിസ്വാക്ക് ചെയ്യണം. അല്ലാതെ സിവിക്കാരുടെ പുസ്തകം വായിച്ചിട്ടൊന്നും കാര്യമില്ല. 3 കാര്യം ഓർമ്മശക്തി വർദ്ധിക്കാൻ. 1 തിലാവത്തുൽ ഖുർആൻ ഓതുക. 2 നിസ്കാരം നിർവഹിക്കുക. 3 അസ്സൗമു, നോമ്പ് പിടിക്കുക. പരീക്ഷ എഴുതുന്നതിന് അന്ന് സുന്നത്തവും പിടിച്ചാൽ നല്ലതാണ്. 4 അസ്തിവാക്ക്, എന്ത് ചെയ്യുക? ഇപ്പൊ എന്ത് വർദ്ധിക്കും? ഓർമ്മശക്തി വർദ്ധിക്കും. ഇനി അവസാനത്തെ അല്ല, അതിന് മുമ്പുള്ള 2 കാര്യം ഇവിടെ ഉള്ളു. ഇനി ഓർമ്മശക്തി നശിപ്പിക്കുന്ന മറവിണ്ടാക്കുന്ന കാര്യം ഉപേക്ഷിക്കുക. മറവിണ്ടാക്കുന്ന കാര്യമേതാണ്? ശകൗതു ഇലാ വകീനു സൂഅ ഹിഫ്ലി ഫാർസിദിനി ബിതർകിൽ മആസി. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വല്ലാത്ത മറവി വന്നു. എന്റെ ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത മറവിയാണ്, എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ മക്കൾക്ക് ബ്രഹ്മിയുടെ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കും. ബ്രഹ്മി എന്ന ആയുർവേദത്തിന്റെ ഔഷധമാണ് ബ്രഹ്മി. ഒരു ബ്രഹ്മി നിന്നിട്ട് കാര്യമില്ല. നിന്റെ കയ്യിലെ ബ്രഹ്മിയും ഓഫാക്കണം. നിന്റെ കയ്യിലൊരു ബ്രഹ്മാസ്ത്രമുണ്ട്. എന്റെ ഉസ്താദ് പറഞ്ഞു, നീ തെറ്റ് ചെയ്യരുത്, തെറ്റുകളിലേക്ക് നോക്കാൻ പാടില്ല. അതുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും മോശമായ ചിത്രങ്ങൾ കാണാൻ പാടില്ല. എത്ര കൂടുതൽ കാണുന്നോ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് മറവിയുണ്ടാവും. വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചിട്ട് ഈ ഹറാമ് കാണുന്നത് ഒഴിവാക്കുക. സിനിമാ പോസ്റ്ററുകൾ ഇപ്പൊ മനസ്സിലായ? അങ്ങനെ എഴുതിയാൽ ഫുൾ A+ ആണ്. എന്നിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി പറഞ്ഞിട്ട്, ഇത് ബാക്കവിയുടേതാണേ, ഓർത്തിരിക്കണേ. അപ്പോഴൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ ബാക്കവിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എഴുതുന്നതിന് തൊട്ടു മുമ്പ് സൂറത്തുർ റഹ്മാനിലെ ആദ്യത്തെ 7 ആയത്തോതണം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. 7 ആയത്തോതുക. എന്നിട്ട് മക്കൾ പരീക്ഷ എഴുതുക. അൽഹംദുലില്ലാ ഫുൾ A+ ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന കുട്ടിക്ക് അള്ളാഹു നമ്മുടെ മക്കൾക്ക് വിജയം തരട്ടെ. ഇത് കേട്ടവരൊക്കെ കേൾക്കാത്തവർ കേൾപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പേര് ദുആ ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിന്ന് പിരിഞ്ഞാലും ഈ സ്ഥാപനത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടുത്തെ ധാരാളം ചെറുപ്പക്കാർ വോളണ്ടിയേഴ്സായി അശ്രാന്ത പരിശ്രമം ചെയ്ത് ഈ പരിപാടി ഇത്രയും വലിയ ഭംഗിയാക്കിയിട്ടുണ്ട്. ഓരോ സഹോദരിമാരും പെരിങ്ങത്തൂരി ഹിഫ്ളുൽ ഖുർആൻ ഉയരണം, നിങ്ങളുടെ അഭിമാനമാവണം. നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ
ഇപ്പോ നമ്മുടെ വീട്ടിലൊക്കെ വാപ്പ മരിച്ചു 40 വലിയ ദിക്ർ നടത്തും. വാപ്പ കാട്ടിറച്ചിയായിരുന്നു ഇഷ്ടമെങ്കിൽ ആട് വെച്ച് നമ്മൾ വെക്കും. എല്ലാം തിന്നു കഴിഞ്ഞിട്ട് വന്ന പഹയന്മാരെല്ലാം പറയും അരി ഇച്ചിരി വലുതായി പോയി, ചെറുതായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് വന്നേനെ. ആട് മുച്ചിനായി പോയി, ആടിന് അത്ര ടേസ്റ്റ് ഇല്ല, ചെലവായതോ 5-6 ലക്ഷം രൂപ. ഇനി എല്ലാം നന്നായാലും പോണ വഴിക്ക് പറയും ബിരിയാണി ഇറച്ചി നല്ലതായിരുന്നു, പക്ഷെ അതിന്റെ കൂടെ തന്ന പഴമുണ്ടല്ലോ, ആ പഴം നട്ട സമയത്ത് നട്ടവൻ ചുവട്ടിൽ ഒരു കുടം വെള്ളവും കൂടെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മധുരം കണ്ടേനെ എന്നെങ്കിലും പറയാതെ നമ്മുടെ ആളുകൾ ഒരിടത്തുനിന്നും തിരിച്ചു പോവില്ല. പക്ഷെ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, നിങ്ങൾ അതൊക്കെ ഉസ്താദന്മാരെയൊക്കെ വിളിച്ച് ചെറുതായിട്ട് നടത്തുക, ദുആ ചെയ്ത്. എന്നിട്ട് അതിന് മുടക്കിയ പൈസ ഹിഫ്ദുൽ ഖുർആന്റെ ഒരു റൂം എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ വക. ആ മക്കൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുമ്പോ അവസാന കാലം വരെ ബിരിയാണി വെച്ചു കൊടുത്താൽ തിന്നവൻ അതുവഴി പോവുള്ളൂ. അവസാന കാലം വരെ പോണവൻ അല്ലാഹു മഗ്ഫിറഹു എന്ന് പോലും പറയില്ല. പക്ഷെ ഇതായാൽ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ ഉസ്താദന്മാരെ വിളിച്ച് ആലിമീങ്ങളെ വിളിച്ച് വീട്ടിലിരുത്തി യാസീൻ ഓതി വളരെ ചെറുതായി ആലിമീങ്ങളെ കൊണ്ട് ഹാഫിളീങ്ങളെ കൊണ്ട് ആ ചടങ്ങ് ചെറുതായി നിർവഹിപ്പിക്കുക. എന്നിട്ട് അതൊരു ഭക്ഷണത്തിന്റെ മാമാങ്കമാവാതെ ഹിഫ്ദുൽ ഖുർആൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൽക്രമമാണ്. അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പേര് ദുആ ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. എല്ലാം വായിക്കാൻ ശ്രമകരമാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ കടമേരിയിൽ ഏപ്രിൽ 8-9 തീയതികളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കടമേരി